അതുപോലെ മലയാളികളെല്ലാവരും ഭയങ്കര ഡയറ്റീഷ്യന്മാരാ. സ്വന്തം ഡയറ്റ് നോക്കി പഠിച്ച് അല്ലെങ്കിൽ നോക്കി ചെയ്യുന്നവരാണ്. തടി കുറക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഗൂഗിൾന്നായിട്ടും യൂട്യൂബ്ന്നായിട്ടൊക്കെ ചെയ്യുന്നവരാണ്. അരിഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെന്ന് അവര് പറയാ. ഉച്ചക്കില്ല, രാത്രിയില്ലാന്ന്. അപ്പൊ രാവിലെ എന്താ കഴിക്കുന്നത് ചോദിക്കുമ്പോ, രാവിലെ ദോശണ്ട്, അല്ലെങ്കിൽ ഈ പത്തിരിയുണ്ട്, ഉത്തപ്പണ്ട്. 100% കാർബ്സ് എന്തായാലും ഒഴിവാക്കാൻ പാടില്ല. അത് ശരി തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ ശരീരത്തിനത് കേടാണ്. പക്ഷേ നമ്മൾ രാവിലെ കഴിക്കുന്ന നമ്മൾ പണ്ട് മുതലുള്ള ശീലങ്ങൾ അങ്ങനെയാണ്. അത് മാറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മളെ മാർക്കറ്റിൽ നല്ല ഓപ്ഷൻസ് ഉണ്ട്. അതിന് പകരം പല രീതിയിലുള്ള പുട്ടുകൾ, ചെമ്പപ്പുട്ട്, റാഗിപ്പുട്ട്, കോൺ പുട്ട് ഇങ്ങനെ രീതിയിലുള്ള പുട്ടുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാന്. അതുപോലെ വീറ്റ് അടങ്ങിയിട്ടുള്ള വീറ്റ് ചപ്പാത്തി, വീറ്റ് പൂരി അല്ലെങ്കിൽ വീറ്റ് ദോശ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആൾട്ടർ ചെയ്യാം. നമ്മളെ വീട്ടിലുള്ള കുട്ടികളെ നമ്മളിത് ശീലിപ്പിക്കണം. ഇങ്ങനെ ഇതൊക്കെ കഴിപ്പിച്ച് എന്നും അരിഭക്ഷണം മാത്രം കൊടുത്ത് ശീലിപ്പിക്കാതെ കാർബ്സ് ആണ് ഇതെങ്കിലും അരിയോളം അത്രയല്ല. എന്നാൽ കുറച്ചും കൂടി ഫൈബേഴ്സ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡൈജഷൻ ആയാലും നമ്മളെ ആരോഗ്യത്തിനാണെങ്കിലും മലബന്ധമാണെങ്കിലും ഒക്കെ ക്ലിയർ ആവാൻ ഈ രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും.